ഹലോ ആ മനഫ് ബ്രോ, ഞാൻ കുറേ ദിവസമായി നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നു. നിങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നാണ് കിട്ടിയത്. കാരണം നാളെ 2 ദിവസം കമ്പനി ലീവ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ ഒരുപാട് ടൈം ആയല്ലോ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട്. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മേൺ സ്റ്റാക്ക് പഠിച്ചെടുക്കുക, എന്തൊക്കെയാണ് മേൺ സ്റ്റാക്കിൽ എവിടെ നിന്നൊക്കെ തുടങ്ങണം, എന്തൊക്കെയാണ് ഐഡിയാസ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ്, എങ്ങനെയാണ് ഒരു ഇ-കോമേഴ്സ് ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുക, അതുപോലെ ഡിപ്ലോയ്മെന്റ്സ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുക. അതായത് മനസ്സിലാവാത്തവർക്ക് പറയാണ്, ഹോസ്റ്റ് ചെയ്യുക, അതായത് സെർവറിലൊക്കെ ഹോസ്റ്റ് ചെയ്യൽ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇ കോമേഴ്സ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഡിപ്ലോയ്മെന്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ എക്സാക്റ്റ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ആർക്കിടെക്ചേഴ്സ് നമ്മൾ നോക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ നോക്കേണ്ടത്, ഒരു ഡാറ്റാബേസ് എങ്ങനെ ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ ഒരു മേൺ സ്റ്റാക്ക് പഠിക്കുമ്പോൾ, മേൺ സ്റ്റാക്ക് ഇപ്പോൾ പല സ്റ്റാക്കും നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ മേൺ സ്റ്റാക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എക്സാക്റ്റ് ആദ്യം പഠിക്കേണ്ട മേൺ സ്റ്റാക്കിൽ മോങ്കോഡിബി ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്, നോഡ് ഉണ്ട്, റിയാക്ട് ഉണ്ട്. നമ്മൾ ആദ്യം എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേൺ സ്റ്റാക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നോഡാണ്. നോഡാണ്. ഓക്കെ നോഡും ജാവാസ്ക്രിപ്റ്റും. ഓക്കെ ജാവാസ്ക്രിപ്റ്റ് ആണ് ആദ്യം പഠിക്കേണ്ടത്. ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം. ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ ബേസിക്സ് അല്ല, ജാവാസ്ക്രിപ്റ്റ് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. കാരണം ഡീപ്പായിട്ട്. ജാവാസ്ക്രിപ്റ്റിൽ നല്ല ഐഡിയ ഉണ്ടെങ്കിലുള്ളൂ നല്ലൊരു മേൺ ഡെവലപ്പർ ആകാൻ പറ്റുക. അതെ അതെ, അതാ ഞാൻ ചോദിച്ചത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യണോ, അതിൽ എന്തെങ്കിലും വേർഷൻസ് ഉണ്ടല്ലോ, ES5 ES6 അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കണം. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഫുള്ള് വേണം. ഫുള്ള് വേണം. ആ അതിപ്പോ മുഴുവൻ പഠിച്ചെടുക്കാൻ ഒരു വർഷം ജാവാസ്ക്രിപ്റ്റ് കടല് പോലെ ആയതുകൊണ്ട് ഒരു ലിമിറ്റ് ഇല്ലല്ലോ. അങ്ങനല്ല, ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ അറിയണം. അതെ അതെ, അങ്ങനെ ആ ഒരു ലെവലിൽ സ്റ്റേബിൾ ആയിരിക്കണം. ആ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ആദ്യം ബേസിക്സ് പഠിക്കുക. ദെൻ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻസ് ലെവൽ ES5 ES6 നോക്കുക. പിന്നെ കോൾ ബാക്ക്, റെസ്പോൺസ്, അതുപോലെ തന്നെ കോൾ ബാക്ക്, പിന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട്. റെസ്പോൺസ് അല്ല, വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ, പ്രോമിസ് ആണോ? പ്രോമിസ്, കോൾ ബാക്ക്, ഇതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയി. അപ്പോൾ ബേസിക് കോഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഇത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ നമ്മളെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കലാണ്. എന്ത്? നോഡ്. നോഡ് പഠിക്കുക. നോഡ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ആരും വെബ് സെർവർ ഒന്നും ഉണ്ടാക്കാൻ പോണില്ല. അതെ 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 പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നോഡിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത് കംപ്ലീറ്റ് നമുക്കൊരു ബേസ് നന്നായിട്ട് ഉണ്ടായിരിക്കണം. അതെ അതെ നന്നായിട്ടുണ്ടായിരിക്കണം. അതെ അതെ ആ ബേസ് കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ നോഡിന്റെ ഏതെങ്കിലും ഫ്രെയിം വർക്ക് അതെ പഠിക്കാം. അതെ അതായത് അതെ ഇപ്പോ അതെ മറ്റേ എക്സ്പ്രസോ ലൂപ്പ് ബാക്കോ. അതെ എക്സ്പ്രസ് ആണ്, മറ്റേ മേണാകുമ്പോ എക്സ്പ്രസ് ആട്ടോ. അതെ അതെ എക്സ്പ്രസ് പഠിക്കാം അത് കഴിഞ്ഞിട്ട്. അതെ അതെ. അപ്പോൾ നോഡ് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നോഡിന്റെ ബേസ് മുതലൊന്ന് പറഞ്ഞാൽ എന്താ പറയാൻ ഒരുപാട് ടൈം ഉണ്ടാവും, ഓരോ കോൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ. അപ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ നോഡ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രിക്കോഷൻസ് ഉണ്ടാവില്ല. ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു കോമൺ ഓവറാൾ ഉള്ള ഒരു കോൺസെപ്റ്റ് നോഡിനെ കുറിച്ച് പറഞ്ഞു. ഓവറാള് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത് നോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എന്തായാലും പറഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ. അതായത് ഇപ്പോ ബ്രൗസറും ഉണ്ട്, നോഡ് ജേഴ്സും ഉണ്ടല്ലോ, രണ്ടിലും അതെ ജാവാസ്ക്രിപ്റ്റ് ആണുള്ളത്. അതെ അതെ അപ്പൊ നോഡ് ജേഴ്സിൽ എന്ത് വ്യത്യാസമുള്ളത്, ബ്രൗസറിൽ എന്ത് വ്യത്യാസമുള്ളത്, അതെ അതെ അതേപോലെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, എന്തുകൊണ്ട് ഈ നോഡ് ജേഴ്സ് ഉപയോഗിക്കുന്നു, അതെ അതെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതെ അതെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് അതെ ബെസ്റ്റ് ആണ് നോഡ്. അങ്ങനത്തെ ഇവന്റ് ലൂപ്പ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. അതെ അസിൻക്രോണസ് പ്രോഗ്രാമിംഗ് എന്താണ്, അതെ അതെ അതെങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ പോസിബിൾ ആണ്. അങ്ങനത്തെ കുറച്ച് നോഡ് ജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നോഡ് ജേഴ്സിൽ ഡീപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൊന്നും വേണ്ട. പക്ഷെ അതെ നോഡ് ജേഴ്സ് വർക്ക് ചെയ്യണത് എങ്ങനെയാന്നുള്ള ഇത് നല്ല നല്ല ക്ലാരിറ്റി ഉണ്ടാവും, നല്ല പോലത്തെ ക്ലാരിറ്റി ഉണ്ടാവും. നല്ല ക്ലാരിറ്റി ആവണം. അപ്പൊ നമ്മള് അതില് സെർവറൊക്കെ ബിൽഡ് ചെയ്ത് നോക്കണം. നമ്മൾ ഒന്ന് രണ്ട് ചെറിയ പ്രോഗ്രാം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം, ഒന്ന് രണ്ട് ബാക്ക് എൻഡ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതെ അതെ, അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നോഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഡാറ്റാബേസുമായിട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരില്ലേ? അത് നമുക്ക് ഏതെങ്കിലും ഫ്രെയിം വർക്ക് വെച്ചിട്ട് ചെയ്യണതാണ് നല്ലത്. അത് അതാ ഞാൻ കുഴപ്പമില്ല. പറഞ്ഞു, ഇത്ര ഡീപ്പായിട്ടൊന്നും നോഡ് അതെ ജേഴ്സിൽ ഉണ്ടാക്കില്ല. നോഡ് ജേഴ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നോഡ് ജേഴ്സ് പഠിക്കുക എന്നുകൊണ്ട് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നോഡ് ജെഎസിന്റെ ആർക്കിടെക്ചർ പഠിക്കുക എന്നുള്ളതാണ്. അതെ അതെ നോഡ് ജെഎസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, നോഡ് ജെഎസ് എങ്ങനെ റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു, അതെ അതെ ഇവന്റുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് ഈ ഈവന്റ് ലൂപ്പ്, എന്താണ് എക്സാക്ട് ആയിട്ട് ഒരു കോൺസെപ്റ്റ്, പ്രോഗ്രാമാറ്റിക്കലി വേണ്ട തിയററ്റിക്കൽ ആയിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്, അതാണ് ചോദിച്ചത്. പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് സിംഗിൾ ത്രെഡഡ് സിങ്ക്രോണസ് ലാംഗ്വേജ് ആണ്. അതെ അതെ അപ്പൊ ഇതിന് അസിങ്ക്രോണസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഇവന്റ് ഈവന്റ് ലൂപ്പ്. ലൂപ്പ്. ഓക്കെ ഓക്കെ. സിമ്പിൾ ആയി നമ്മളിപ്പോ പറഞ്ഞു. എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയാം, തെറ്റാണെങ്കിലും ഒന്ന് തിരുത്തി തരണം. ഇപ്പൊ ഒരു 4 ഫംഗ്ഷൻ ഉണ്ട് എന്ന് കരുതുക. ഈ ഫംഗ്ഷന്റെ 4 ഫംഗ്ഷൻസ് 4 പാർട്ടീഷൻ ആക്കി മാറ്റും, ഓരോ ഭാഗങ്ങളാക്കി മാറ്റും. എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ കോൾ ബാക്ക് കൊടുക്കും, സെക്കൻഡ് ഫംഗ്ഷന്റെ ഫസ്റ്റ് പാർട്ട് പോകും, ദെൻ കോൾ ബാക്ക് തേർഡ് ഫംഗ്ഷന്റെ ഫസ്റ്റ് പാർട്ട്. അങ്ങനെ അങ്ങനെ ഓരോ നേരം ആകുമ്പോൾ അപ്പം എന്താ അസിൻക്രണസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരും. അതിനാണോ അങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവന്റ് ലൂപ്പ് അങ്ങനെയാണോ കളിക്കുന്നത് ചോദിക്കുന്നത്. എങ്ങനെ എനിക്ക് മനസ്സിലായി, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ. ഒരു 4 ഫംഗ്ഷൻസ്, ഈ 4 ഫംഗ്ഷൻസിന് 4 ഐറ്റം വർക്കിംഗ് നടക്കുന്നുണ്ട് വിചാരിക്കുക. ഓരോ 4 ഫംഗ്ഷനും ഓരോ 4 ഐറ്റം ഫംഗ്ഷന്, ഓരോ അല്ലെങ്കിൽ 5 ഫംഗ്ഷന്, 5 ഫംഗ്ഷന് ഓരോ ഫംഗ്ഷന് 4 ഐറ്റം വർക്കിംഗ് നടക്കുന്നുണ്ട്. ഫംഗ്ഷന്റെ ഉള്ളിൽ കുറെ കോഡുകളുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത്, രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഫസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത്, മൂന്നാമത്തെ ഫംഗ്ഷന്റെ ഫസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത്, നാലാമത്തെ അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് ഒന്നാമത്തെ ഫംഗ്ഷന് രണ്ടാമത്തെ ഫംഗ്ഷന് രണ്ടാമത്തെ ഇത്, മൂന്നാമത്തെ ഫംഗ്ഷന് രണ്ടാമത്തെ, അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് വർക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതൊരു അസിൻക്രണസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കോൺസെപ്റ്റ് ആണോ ഈവന്റ് ലൂപ്പിൽ ഉപയോഗിക്കുന്നത്? ഏകദേശം ആ ഒരു കോൺസെപ്റ്റ് അല്ല. അത് ഞാൻ റിലേറ്റ് ചെയ്ത് എനിക്ക് ഡൗട്ട് കുടുങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ട്ലിനില് നമ്മള് എന്താ പറയാ കോറൂട്ടീൻസ് എന്ന് പറഞ്ഞാൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് ആയതുകൊണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് ഭയങ്കര പ്രശ്നങ്ങൾ വരാണ്ട്. അപ്പൊ അത് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കോട്ട്ലിൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് കോറൂട്ടീൻ. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ഏകദേശം ഈ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് തോന്നി, കാരണം സിംഗിൾ ത്രെഡ് ആണെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നടക്കുള്ളൂ എന്നുള്ള ഒരു തോന്നിയിട്ടുണ്ട്. കാരണം CPU ഇന്റൻസീവ് ആയിട്ട് അല്ലല്ലോ നടക്കുക. അല്ല, ഇതിന് ശരിക്കും നമുക്ക് സിംഗിൾ ത്രെഡഡ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ലിബ്യുവി ലിബ്യുവിയിൽ ത്രെഡ് പൂൾ അലോക്കേഷൻ കൊണ്ട് കുറച്ച് സിസ്റ്റങ്ങൾ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നോഡ് കംപ്ലീറ്റ് ആയോ? ഇനിയിപ്പോ നോഡിൽ എന്തെങ്കിലും നോക്കേണ്ട കാര്യങ്ങളുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞതിലല്ലാതെ? ഏകദേശം എത്ര കവർ ചെയ്ത നോഡിന്റെ ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് പഠിക്കാം. എക്സ്പ്രസ് ഫ്രെയിംവർക്ക് പഠിക്കാം. ഓക്കെ, എക്സ്പ്രസ് ഫ്രെയിംവർക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അത് ഇതേപോലെ എങ്ങനെയൊക്കെ ഒരു സെർവർ ഉണ്ടാക്കുക, പിന്നെ എന്താണ് എക്സ്പ്രസിന്റെ ഫീച്ചേഴ്സ്, എന്താണ് മിഡിൽ വെയേഴ്സ്, എന്താണ് എറർ ഹാൻഡ്ലിങ്. അതെ, എറർ ഹാൻഡ്ലിങ് എന്താണ്, പിന്നെ ഡാറ്റാബേസ്. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാറ്റ മാനേജ്മെന്റ്. അതെ അതെ. പക്ഷെ നമ്മൾ ഈ ഡാറ്റാബേസിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടി പഠിക്കണമല്ലോ, MongoDB പഠിക്കട്ടെ. അത് പഠിക്കണല്ലോ MongoDB. അപ്പൊ നമ്മൾ നോഡ് പഠിക്കുക, ദെൻ MongoDB പഠിക്കുക, പിന്നെ എക്സ്പ്രസ് പഠിക്കുക. അങ്ങനെ ആയിരിക്കും നന്നാവില്ല. ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യാം. ഈ നോഡ് എക്സ്പ്രസ് പഠിച്ചിട്ട് സെർവർ ഒക്കെ ആദ്യം ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഡാറ്റാബേസ് കണക്ഷൻ ഒക്കെ ചെയ്യും. അതെ അതെ. എന്നിട്ട് പിന്നെ സെർവർ എന്താണ്. അതെ അതെ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ആക്കിയതിനു ശേഷം നേരെ റിയാക്ട് പഠിക്കാൻ പോവാം. അതോ നേരിട്ട് കോമേഴ്സ് പ്രൊജക്ട് പോവാണോ, അതോ റിയാക്ട് പഠിക്കാൻ പോകാനാണോ? ഇല്ല, റിയാക്ട് ഒന്ന് പഠിക്കണം ആദ്യം. ചെറിയൊരു ലോഗിൻ പേജ്, പിന്നെ അതേപോലെ റിയാക്ട് സ്റ്റേറ്റ് എന്താണ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പഠിക്കണം. സ്റ്റേറ്റ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. കമ്പോണന്റ് എന്താണ്. റിയാക്ട് പറഞ്ഞപ്പോഴാണ് പല ആൾക്കാരും ചോദ്യം എന്താണ് ഈ റിഡക്സ്? എപ്പോ നോക്കിയാലും കാണുന്ന സാധനമാണ്. റിഡക്സ് പറഞ്ഞ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറിയാണ്, അത്രേ ഉള്ളൂ അല്ലേ? സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ആയി കഴിഞ്ഞാൽ UI ചേഞ്ച് ആവണം, അത്ര തന്നെ. അതിപ്പോ റിയാക്റ്റിലും ചേഞ്ച് ആവും. പക്ഷെ അത് ഇപ്പൊ നമുക്കൊരു വലിയ ഒരു യൂസറിന്റെ ഇൻഫർമേഷൻ അങ്ങനെ കുറെ ഡാറ്റ ഉണ്ട് വിചാരിച്ചോ. അപ്പൊ കുറെ ഡാറ്റ നമുക്ക് പല പല വേസിലും കിട്ടണമെങ്കിൽ അത് നമ്മൾ തന്നെ ഈ സ്റ്റേറ്റ് ഉണ്ടാക്കലും നമ്മൾ തന്നെ UI ചേഞ്ച് ഒക്കെ നമ്മൾ തന്നെ എഴുതണം.
ഈ റിഡക്സിൽ പറയുമ്പോൾ കുറച്ച് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് റിഡക്സ് ചെയ്തോളൂ. ഇനി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ കിടക്കുക. അപ്പോൾ ഈ റിഡക്സിൽ റിയാക്ട് സ്റ്റേറ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു ലോഗിൻ സ്ക്രീൻ ഫോം ചെയ്യണം. പഠിക്കണമെന്നില്ല, നിങ്ങൾ റിയാക്റ്റിൽ പക്കായാൽ തന്നെ മതി. അതെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ റിയാക്റ്റിൽ സെറ്റായി, അതേപോലെ നോഡിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നോഡിൽ എക്സ്പ്രസ്സിൽ നമ്മളൊരു ക്രെഡ് ഓപ്പറേഷൻ ചെയ്തു, ലോഗിൻ സ്ക്രീൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് റിയാക്റ്റിൽ ഫ്രണ്ട് എൻഡ് ഉപയോഗിച്ചു. ദെൻ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇനി പ്രധാനപ്പെട്ട പല ആളുകൾക്കും ഡൗട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് ഡീപ്പായിട്ട് തന്നെ ഒന്ന് പറഞ്ഞു തരുന്നതിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു അറിവ് വെച്ചിട്ട്, നമ്മളിപ്പോ ഒരു ഇ കൊമേഴ്സ് ആണല്ലോ പൊതുവെ നമ്മൾ വെബ് ഡെവലപ്മെന്റ് ഇ കൊമേഴ്സ് ആണല്ലോ കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യല്. കാരണം അതുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കവർ ചെയ്യും എല്ലാ മേഖലയും. പിന്നെ സ്ട്രീമിംഗ്, ബഫറിംഗ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൂടുതൽ ഉപയോഗിക്കുക. അതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ഇ കൊമേഴ്സ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുമല്ലോ. പേയ്മെന്റ് ഇന്റഗ്രേഷൻ ആണെങ്കിലും മാപ്പ് ആണെങ്കിലും ഓൾമോസ്റ്റ് എവരിതിങ്. അപ്പോൾ ഈ ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇ കൊമേഴ്സിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, ഒരു ഇ കൊമേഴ്സിന്റെ ഡാറ്റാബേസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബേസ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഡിപ്ലോയ്മെന്റ് പറഞ്ഞാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഡാറ്റ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്, അതൊക്കെ ഇമേജ് എങ്ങനെ മാനേജ് ചെയ്ത് സെപ്പറേറ്റ് ലൈബ്രറിയിലാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡാറ്റാബേസിലാണോ, അങ്ങനെയൊക്കെ. പിന്നെ യൂസർ നെയിം പാസ്വേഡും മാനേജ് ചെയ്യുന്ന വേറെ ഡാറ്റാബേസിലാണോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ കോമൺ ആയിട്ട് നോക്കണ്ടേ. അതിനെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ മുന്നേ മാക്സിമം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാൻ നോക്കുക. ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അത്ര നല്ലത്. അതൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടെങ്കിൽ അത്ര, അതായത് ഫിഗ്മയിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയ അത്ര നല്ലത്. അതാകുമ്പോൾ നല്ല ഐഡിയ കിട്ടും. അപ്പൊ ഈ ഓരോ സ്ക്രീനെ കുറിച്ചിട്ട് ഓരോ ഐഡിയ കിട്ടുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് APIs ഡിസൈൻ ചെയ്യാം. ഒരു സ്ക്രീനിൽ നമുക്ക് മനസ്സിലാവും, UI നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തൊക്കെ ഡാറ്റ വേണമെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് API ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ API ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യും, ഈ വരുന്ന ഡാറ്റനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റാബേസ് മോഡൽ ഉണ്ടാക്കാം. അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ മറ്റേ ഇതൊക്കെ പെട്ടെന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അപ്പൊ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് കാരണം ഇത് ഓർമ്മ വരിക. പക്ഷെ എന്നാലും ഒരു റഫ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഡിസൈൻ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം, എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എല്ലാ APIs ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ബെസ്റ്റ്. UI ഉണ്ടെങ്കിലേ പക്ഷെ ഇതൊക്കെ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഫിഗ്മയിലെ പ്രോട്ടോടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് API ജനറേഷനും കാര്യങ്ങളും ചെയ്തുവിടാം. സ്വാഭാവികമായിട്ടും ഇല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഒരു ഡാറ്റാബേസ് മോഡലിംഗും പിന്നെ ഒരു UI. ഫിഗ്മയിലോ ഒരു UI ഉണ്ടാക്കിയാണ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ പിന്നീട് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരാം. പിന്നെ API ഒക്കെ കംപ്ലീറ്റ് ആയി സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ UI കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. വേറെ എന്നിട്ട് അത് കഴിഞ്ഞാൽ നേരെ സെറ്റ് ആക്കുക. അതിനനുസരിച്ച് രീതിയിൽ കാര്യങ്ങൾ. ഹലോ, കേൾക്കാമോ? അത് കഴിഞ്ഞാലേ വോയിസ് ബ്രേക്ക് ആവുണ്ടല്ലോ. ഇപ്പൊ നമ്മളെ കയ്യിൽ API ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് റിയാക്റ്റിൽ ഡിസൈൻ ചെയ്യാൻ ഒന്നുകൂടി സുഖക്കാരം. കാരണം നമുക്കറിയാം എന്തൊക്കെ ഡാറ്റ കൂടെ വരും. ആ ഡാറ്റയുടെ ഒക്കെ ഒരു ഡെർമി നമ്മളെ ഉണ്ടാവും. അത് തന്നെ ഈ ഉണ്ടാക്കുന്ന API ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ എന്തൊക്കെ ഫീൽഡ് വരും, അത്രയല്ലേ ഉള്ളൂ. ഇനി ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ
നമ്മളിപ്പോ ഡെവലപ്മെന്റിൽ അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഇതില് ഒരു ഇ കൊമേഴ്സിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് വേണ്ടത് അതാണ് ചോദിച്ചത്. എടാ അത് റിക്വയർമെന്റ് അനുസരിച്ചിട്ടല്ലേ അത് പണക്കെന്നെ ആലോചിച്ചാൽ കിട്ടൂല. ഒരു ഇ കൊമേഴ്സ് സൈറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക. കുറെ പ്രൊഡക്ട്സ് ഉണ്ടാവും, കുറെ കാറ്റഗറി ഉണ്ടാവും, പിന്നെ കുറെ പ്രൊഡക്റ്റിന്റെ ഇമേജ് ഉണ്ടാവും, പിന്നെ യൂസറിന് ഒരു ചിലയില് വാലറ്റ് ഉണ്ടാവും, ചിലയിൽ കാർട്ട് ഉണ്ടാവും. ഇതൊക്കെ തന്നെ അതൊക്കെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മളെ പ്രൊജക്ട് എങ്ങനെയാണ് അതിനനുസരിച്ച്. അതെ കൃത്യമായിട്ട് അങ്ങനെ പോകാൻ പറ്റും. ഇനി ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിലേക്ക് നടക്കാം. ഡിപ്ലോയ്മെന്റ് ഇപ്പൊ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ മറ്റേ ഹെറോക്കോ അല്ലെങ്കിൽ എന്തിനും ആണെങ്കിലും നിങ്ങൾ കോസ്റ്റ് ചെയ്ത് പഠിക്കല്ലേ. AWS അല്ലെങ്കിൽ ഹെറോക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വെർസലോ എന്തിലും ആണെങ്കിൽ കോസ്റ്റ് ചെയ്യാം. അതെ അതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ വെബ്സൈറ്റ് എന്ത് ചെയ്യും, GitHubൽ ഹോസ്റ്റ് ചെയ്തിട്ട് നമ്മള് വെബ്സൈറ്റിന് എന്ത് ചെയ്യും, നമ്മളെ വെബ് URL അല്ലെങ്കിൽ ഡൊമൈൻ നെയിമിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ വെബ്സൈറ്റ് നമ്മൾ പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, എന്നിട്ട് ഡൊമൈൻ നെയിമിലേക്ക് കണക്ട് ചെയ്യുമല്ലോ GitHub ന്ന്. അതറിയില്ലേ? ആ സംഭവം പോലെ നമുക്ക് പിന്നെ GitHubലേക്ക് ഹോസ്റ്റ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ AWSലേക്ക്? എങ്ങനെ മനസ്സിലായില്ല. കത്തിയില്ല. GitHubൽ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡൈനാമിക് പറ്റൂല. നമ്മൾ ആ ഫയല് നേരിട്ട് എന്ത് ചെയ്യണം? അങ്ങനല്ല, അനക്ക് വേണമെങ്കിലേ റിയാക്ടിന്റെ ബിൽഡ് ഫയൽ എടുത്തിട്ട് വേണമെങ്കിൽ അത് മറ്റേ ഹോസ്റ്റ് ചെയ്യാം. പക്ഷെ അനക്ക് അവിടെ ഒരു സെർവർ റൺ ചെയ്യിപ്പിക്കാൻ പറ്റൂല. അതെ അതല്ലേ ഞാൻ ചോദിക്കുന്ന ചോദ്യം. നമ്മളിപ്പോൾ ഡിപ്ലോയ്മെന്റ് സമയത്ത് ഈ ഫയൽ നേരിട്ട് അപ്ലോഡ് ചെയ്യലാണോ അതല്ല GitHub നേരിട്ട് അവർക്ക് ക്ലോൺ ചെയ്യലാണോ? അത് പല ആൾക്കാരും പല പല രീതിയിൽ ചെയ്യും. ഇത് കോപ്പി ചെയ്തിടാൻ അവർക്ക് കോപ്പി ചെയ്തിടാൻ ഒരു സാധനം ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ഗിറ്റ് വെച്ചിട്ടാണ് ഒട്ടുമിക്ക പ്രൊജക്റ്റിലും ഒരു പ്രോപ്പർ CI/CD പൈപ്പ്ലൈൻ ഉണ്ടാവും. അപ്പൊ ആ പൈപ്പ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ചെയ്യുക. ഓട്ടോമാറ്റിക് ഡിപ്ലോയ്മെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതെ അതെ, ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ടാവും. ഇനി എന്താ കുറച്ച് സംസാരിക്കാതായപ്പോഴേ സൗണ്ടിന് ഒരു ഇതുണ്ടാവും. കാരണം മൊബൈലിൽ സംസാരിക്കുമ്പോൾ പൊതുവെ അങ്ങനെയാണ്, കമ്പ്യൂട്ടറിലൊക്കെ സംസാരിക്കുമ്പോൾ. പിന്നെ ഇതിപ്പോ MERN സ്റ്റാക്ക് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര മാസം ഇതിന് വേണം? 3-4 മാസം തീർക്കാം. 3-4 മാസത്തിനുള്ള ഒരു MERN സ്റ്റാക്ക് ഡെവലപ്പർ ആവാം. ഒരു അത്യാവശ്യം ഒരു ഇ കൊമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഒരു പാക്കേജ് കിട്ടും? വലിയ സ്കില്ലൊന്നും ഇല്ല, ഒരു ലോ ലെവൽ 20-25% ഒക്കെ സ്കില്ലുള്ള ഒരാൾ, അല്ലെങ്കിൽ വേണ്ട ഒരു 40% ഒക്കെ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ 25,000 എന്തായാലും കിട്ടും. 25 എന്തായാലും കിട്ടും. അതെ അതെ, അപ്പൊ സൂപ്പർ ആണല്ലോ. MERN സ്റ്റാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് ചാടാൻ പറ്റൂലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് നമ്മളൊക്കെ കവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും പ്രത്യേക സജഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സജഷൻ എന്താ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് പക്ക അത്ര തന്നെ ഉള്ളു സജഷൻ അല്ലേ? അതെ അതെ, വേറെ ഒന്നുമില്ലല്ലോ കൂടുതലായിട്ട്. എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? Okay. Very thank you for your timing and lot of thanks.